ഇപ്പൊ ഈ അനിമൽസിന്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞല്ലോ കൊറിയോഗ്രഫിയുടെ, അതിലിപ്പോ ആ ഒരു പശു വന്നിട്ട് ഒരു വീടിന്റെ ഉമ്മറത്ത് വന്നിട്ട് ചാണകം ഇടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾ ചെയ്യുക? ഇതൊക്കെ എങ്ങനെയാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു നമുക്കറിയാം ഒരു ടെൻഡൻസി ഇതുങ്ങൾ വരുന്നത് ആ ടൈം അനുസരിച്ച് ഇതുങ്ങൾ ആ ഭക്ഷണം ഏതൊരു ആനിമലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ഇത്ര സെക്കൻഡ്സിനുള്ളിൽ അത് മോഷൻ ചെയ്യും. ഇപ്പൊ ഡോഗ് ആണെങ്കിൽ നമ്മൾ ഫുഡ് കൊടുത്ത് ഇത്ര സെക്കൻഡിനുള്ളിൽ അത് മോഷൻ ചെയ്യും. അത് ആ ഒരു മെത്തേഡ് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കോഴീനെ ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ആ ടേബിളിലേക്ക് പറപ്പിച്ചിരിക്കുന്നത്. പറപ്പിച്ച് അവിടെ ചെന്ന് കോഴി ആ കറക്റ്റായിട്ട് ചെയ്യുന്നത് അതെല്ലാം നമ്മുടേതായ ടെക്നിക്കുകൾ ആ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സുട്ടു ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളെയും കൂടി നേരിടുന്നുണ്ടല്ലോ സിനിമയുടെ അകത്ത്. കോറിയുടെ അകത്ത് കൂടെ ഓടുന്നുണ്ട്, അപ്പോൾ പടക്ക് എറിയുന്നുണ്ട് സുട്ടുവിനെതിരെ, മറ്റേ വാള്, കുന്തം, കല്ല്, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇത് ആ സീക്വൻസുകളൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്ത്? ആ സീക്വൻസുകളിൽ ഡോഗിനെ എങ്ങനെ ഡയറക്ട് ചെയ്തത്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവനെ മുന്നേ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് വാങ്ങിച്ചിട്ട് സ്ക്രിപ്റ്റിനനുസരിച്ച് ഡോഗിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് പടക്കങ്ങളും അതുപോലെ ആൾക്കൂട്ടങ്ങളും സൗണ്ടുകളൊന്നും പ്രശ്നമില്ല. ഓൾറെഡി ഇത് മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പടക്കം ഈ സുട്ടിന് പേടിയല്ല അതിന്. കാരണം അവൻ അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞിലെ തന്നെ പടക്കത്തിന്റെ സൗണ്ട്, കാരണം ഒരു സിനിമ നമ്മൾ പോകുമ്പോഴത്തേന് ഏതാണ് എന്തൊക്കെ ഷോട്ട്സ് വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ അഡ്വാൻസ് നമ്മൾ കുഞ്ഞിലെ ഒരു പപ്പി എടുക്കുമ്പോൾ എല്ലാ സൗണ്ടുകൾ, ലൈറ്റുകൾ ഇതെല്ലാം ചെറുപ്പത്തിൽ തന്നെ മാച്ച് ചെയ്താണ് ഡോഗിനെ വളർത്തുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യും. ആ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഓടണതിന്റെ ഒക്കെ ഒരു സ്ട്രഗിൾ കഴിഞ്ഞാൽ അതിനനുസരിച്ച് റെസ്റ്റ് കൊടുക്കും ഡോഗിന്. റെസ്റ്റ് എടുത്ത് ആ ഷോട്ടുകൾ ഒരുപാട് ദിവസം എടുത്തിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പൊ സാധാരണഗതിയിൽ പട്ടിക്ക് പടക്കം ഭയങ്കര പേടിയാണല്ലോ. അവര് ഒളിച്ചിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ പട്ടികൾക്ക് പടക്കം ഭയങ്കര പേടിയാണല്ലോ, അവർ ഒളിച്ചിരിക്കും പടക്കത്തിന്റെ ശബ്ദം കേട്ടാൽ. അപ്പൊ സുട്ടൂര് പടക്കം പോലുള്ള പൊട്ടുന്ന ശബ്ദങ്ങൾ കേട്ടാൽ പേടിയില്ല. ഓക്കെ. അത് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ആ ഡിസൈൻ നിങ്ങൾ ആലോചിച്ചെടുത്തുണ്ടാക്കിയതാണ്. ഓക്കെ. മറ്റെന്തൊക്കെ രീതിയിലാണ് ഇദ്ദേഹത്തെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്? പിന്നെ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടിനകത്ത് വഴി കയറുന്ന ഷോട്ടുകൾ, അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് സൈഡിൽ ഞാൻ കോഴികളെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഡോഗിനെ പ്രാക്ടീസ് ചെയ്ത് കോഴിയും പട്ടിയും കൂടി ഫെമിലിയർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മൃഗങ്ങളെ ഈ പടത്തിലോട്ട് ഇതിന് വേണ്ട മൃഗങ്ങളെ അതേപോലത്തെ ആനിമൽസിനെ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടുപിടിച്ചിട്ട് ഡോഗുമായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡോഗിന്റെ മൈൻഡ് സെറ്റ് ഉണ്ട്, അത് ഇത്രയൊക്കെ ഉള്ളു, ഇന്നതാണ്. എന്റെ മാസ്റ്റർ കൂടെ ഉണ്ട്, അപ്പൊ അവനൊരു വിഷയങ്ങളും വരില്ല എന്നൊരു തോന്നൽ അവനുണ്ട്. ഇപ്പൊ ഈ ഡോഗ് തന്നെ ഇത്രയും ഒരു ഓപ്പൺ ഏരിയയിൽ നമ്മുടെ കൂടെ ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നു പറഞ്ഞാൽ അവൻ എന്ത് പ്രശ്നം വന്നാലും ഞാനുണ്ടെന്നുള്ളൊരു വിശ്വാസം അവനുണ്ട്. അതാണ് ആ മാസ്റ്ററിനോടുള്ള ഒരു സ്നേഹമാണ്. അതിനനുസരിച്ചാണ് ഡോഗ് പെർഫെക്റ്റ് ആയിട്ട് നെഞ്ചും വിരിച്ചിരിക്കുന്നത്. ഈ പെരുമ്പറോട്ടിൽ ഏറ്റവും അധികം ടാസ്ക് ആയിട്ട്, ഏറ്റവും അധികം കഷ്ടപ്പെട്ട് ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്ത ടാസ്ക് ഏതാണ്? ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് പാറമട സീൻ തന്നെ. അത് മേലിലേക്ക് ഓടിപ്പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഷോട്ട് ആ സൈറ്റിനകത്ത് ജസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഇതിലെ ഡോഗ് പോകുമെന്ന് അറിയാൻ വേണ്ടി അവിടെ വന്നതാണ്. അവിടെ ഇരുന്നൊരു നാടൻ ഡോഗ് മേലിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെയാണ് രാജേഷേട്ടൻ പറഞ്ഞത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ണി ഇങ്ങനെ ചെയ്യാവോ, ആ ഡോഗ് പോയ പോലെ ഇവനെ ഒന്ന് സെറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ അത് നിരന്തരം അവിടെ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി ഡോഗ് കയറി. എത്ര ദിവസം എടുത്തിട്ടുണ്ട് സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഏകദേശം ആ പാറമടയിൽ ഒരു 15 ദിവസം പോയിരുന്നു. കാരണം അത് ഡോഗിന്റെ എന്താ പറയാ റെസ്റ്റ്, അവന്റെ മൈൻഡ് അനുസരിച്ചിട്ട് ആ 15 ദിവസം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഡയറക്ടർ തന്നേക്കുന്നത്. കാരണം എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ ആ ഡോഗിനുള്ള പ്രൊട്ടക്ഷനാണ് അത്രയും ദിവസം. ഒരു പടത്തിലും അങ്ങനെ കിട്ടില്ല. അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും ഇപ്പൊ രാജേഷേട്ടന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഡോഗിന് സേഫ്റ്റിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഡോഗിന് റെസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ തന്നെ ക്യാമറ ഓഫ് ചെയ്യും. എന്നുവെച്ചാൽ ഡോഗ് റെസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റായി വരുന്ന കഴിഞ്ഞ് പിന്നെ ചെയ്യുന്നു. ഈ കേട്ടിട്ടുണ്ട് കുറച്ചധികം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇദ്ദേഹം രാജേഷേട്ടന്റെ അടുത്തേക്ക് പോകുന്നു. ആ രാജേഷേട്ടനാണ് ഇയാളുടെ ഒരു ഭയങ്കര വാത്സല്യമുള്ള കാരണം രാജേഷേട്ടൻ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആണ് പുള്ളിയുടെ അടുത്തു നിന്നും. അപ്പൊ ബാക്കി എല്ലാവരും സുട്ടുവിന്റെ അടുത്ത് ചിലപ്പോ ഷോട്ട് ശരിയാവാത്തതിന്റെ ഒരു ഹാർഷ്നെസ് പെരുമാറ്റത്തിൽ കാണിച്ചാലും അദ്ദേഹം അത് കാണിക്കില്ല. അപ്പൊ അങ്ങനെ കാണിച്ച ഉടനെ രാജേഷേട്ടൻ അദ്ദേഹത്തിന് റെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ കേട്ടിട്ട് അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം രാജേഷേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡോഗുമായിട്ട് ചെറിയൊരു ബന്ധമാണ്. കാരണം ഈ പടം ഇറങ്ങിയ സമയങ്ങൾ മുതൽ രാജേഷേട്ടൻ ഈ ഡോഗിനെ കാണാൻ വരികയും ഡോഗുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. രാജേഷേട്ടൻ, അതുപോലെ രവിയേട്ടൻ, മറ്റുള്ളവർ ജിഷ്ണു എന്ന് പറഞ്ഞൊരു AD ഉണ്ടായിരുന്നു, അവനും നമ്മുടെ കൂട്ടത്തിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അവരുമായിട്ട് ചെറുപ്പം മുതലേ സുട്ടു കണ്ടു വളർന്നിരിക്കുന്നതാണ്. മനസ്സിലായി? ഈ നായ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ല, ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ വന്നൊരു നായ നമ്മൾ പരിചയപ്പെട്ട് സെറ്റായി കഴിഞ്ഞാൽ അത് ഇന്നല്ല 10 വർഷം കഴിഞ്ഞാൽ അതാണ് നായ, അതിന്റെ നന്ദി എന്നുള്ള സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ രാജേഷേട്ടനോട് ഈ ഡോഗിന് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. കാരണം അവനറിയാം, അവനെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് അവനിങ്ങനെ രാജേഷേട്ടനെ നോക്കിയിരുന്നിട്ട് അപ്പൊ രാജേഷേട്ടൻ എന്ന് പറയാം അവന് ഇച്ചിരി റെസ്റ്റ് കൊടുക്കല്ലേ എന്ന് പുള്ളിക്ക് തോന്നുന്നു. അതെന്ന് വെച്ചാൽ അവര് തമ്മിലുള്ള ഒരു
ആ ഒരു ലവിങ് ഉണ്ടല്ലോ. ഈ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കുന്നത് ടൊവിനോ ആണെന്ന് എപ്പോഴാ മനസ്സിലാക്കിയത്? ഞാൻ ഈ ലാസ്റ്റ് മൊമെന്റിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റിയത്. അത് അറിഞ്ഞപ്പോ ട്രെയിലറിലൂടെ മനസ്സിലാക്കിയപ്പോ എന്താ തോന്നിയത്? ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്നാ പറയണത്, എന്നെ സംബന്ധിച്ചൊരു അനിമൽ ട്രെയിനർ എന്നുള്ള ഇതിൽ ഈ സുട്ടുവിന്റെ ട്രെയിനർ എന്നുള്ളത് വെച്ച് കാരണം ഞാൻ അതിനകത്ത് അഭിമാനിക്കുന്നത്. കാരണം എൻ്റെ ഒരു നായക്ക് ശബ്ദം കൊടുത്തത് മലയാളത്തിൽ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റാന്ന് കേൾക്കുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അതുമാത്രമല്ല, ടോയ് ചേട്ടനോട് 2 സിനിമകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ഓട്ടോമാറ്റിക് നല്ലൊരു മെമ്പറാണ്. മറ്റ് ഏതൊക്കെ സിനിമകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ണി? ഞാൻ ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് പദയാത്ര എന്ന് പറഞ്ഞ സിനിമയാണ്. ഓക്കെ. ഇനിയിപ്പോ അടുത്ത ചെയ്യാൻ പോണ തോട്ടം എന്ന് പറഞ്ഞിട്ട് കീർത്തി സുരേഷും പെപ്പയും കൂടിയുള്ള പുതിയ പ്രോജക്റ്റ് ആണ്. ഈ പദയാത്ര എന്ന് പറയുന്നത് മമ്മൂക്ക പ്രോജക്റ്റിൽ. അതിനകത്ത് ഡോഗ്സിന് അതിലൊരു ഡോഗ് ഉണ്ട്. വേറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ കണ്ണൂർ സ്ക്വാഡ്, മമ്മൂക്കയുടെ കൂടെ ചെയ്തിരിക്കുന്ന കണ്ണൂർ സ്ക്വാഡ്, പുഴു, അതുപോലെ തന്നെ ഡൊമനിക്ക്, പിന്നെ നൻപകൽ നേരത്തെ മയക്കം, പിന്നെ പടം ഈ ഒറ്റടിക്ക് പറയുമ്പോൾ ഇത്ര പടങ്ങൾ ചെയ്തിരിക്കുന്നത് ഓർക്കില്ല. എത്ര പടം ചെയ്തിട്ടുണ്ട് ഇൻ ടോട്ടൽ? ഞാനിപ്പോ 189 സിനിമയാണ് പദയാത്ര. 189. ഓക്കെ ഓക്കെ ഓക്കെ. മലയാളത്തിലിപ്പോ ലാലേട്ടന്റെ കൂടെ മാത്രമേ പടം ചെയ്യത്തുള്ളൂ? അല്ല, ലാൽ സാറിന്റെ കൂട്ടത്തില് ഈ തുടരും സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ എനിക്കിതുപോലെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. എനിക്ക് ഇവിടെ ഡേറ്റ് കൊണ്ട്, കാരണം സുട്ടുവിന്റെ ഷൂട്ട് തീർന്നാലേ എനിക്ക് വേറെ പടത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞതിനേക്കാളും ഡേറ്റ് നീണ്ടുപോയതിന് കാരണം എനിക്ക് ആ ഒരു പടത്തിൽ ലാൽ സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഭയങ്കര മാനസിക പ്രശ്നങ്ങളുണ്ടായി. കാരണം അറിയാലോ, ഏതൊരാളും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ലാൽ സാറ്. നമ്മളൊക്കെ ചെറുപ്പകാലം മുതലേ നമ്മൾ മനസ്സിൽ സ്വപ്നം കണ്ടു നടക്കുന്ന ആളാണ്. വലിയ ഫാൻ ബോയ്. ഞാൻ വലിയ ആരാധന ലാൽ സാറിന്റെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു. അപ്പൊ ഈ നമ്മള് ദൈവങ്ങളെ വിശ്വസിക്കുന്നത് കൊണ്ടും അങ്ങനെ എനിക്ക് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞൊരു സിനിമ എന്നിലേക്ക് വന്നു. അത് നല്ല രീതിയിൽ ലാൽ സാറിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റി. ഇപ്പൊ മമ്മൂട്ടി കമ്പനിയുടെ ഒരു സ്ഥിരം ഗോ ടു ട്രെയിനർ ആണല്ലേ? അതെ അതെ, മമ്മൂട്ടി കമ്പനിയുടെ സ്ഥിരമായിട്ട് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ദൈവം സഹായിച്ച് അവരുമായിട്ടൊരു നല്ല സൗഹൃദം ഉള്ളതുകൊണ്ട് ഇപ്പൊ കണ്ടിന്യൂസ് ഉള്ള പടങ്ങളിലെല്ലാം ഞാൻ തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. സാറിന്റെ പടങ്ങളിലെല്ലാം. ഈ മാർക്കോലും വർക്ക് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ മാർക്കോല് ഇപ്പൊ നമ്മുടെ ഉണ്ണിമൂന്നിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഷോട്ടിൽ തന്നെ ഒരുപാട് നായകളുടെ വായൊക്കെ വലിച്ചു കീറുന്ന ഷോട്ടിലൂടെയാണല്ലോ തുടങ്ങുന്നത്. അതിൽ അഭിനയിച്ചിട്ടുള്ള നായകളൊക്കെ തന്നെയും ഉണ്ണിച്ചേട്ടൻ ട്രെയിൻ ചെയ്തു. അതെങ്ങനെയാ സാധിച്ചത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോഗിനെ നമ്മള് ശരിക്കും ഒരു ചെറിയൊരു ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ VFX മേക്ക് ചെയ്തിരിക്കുന്നവര്. ഓക്കെ ഓക്കെ ഓക്കെ. അതിന് വേണ്ടിട്ട് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ട്രെയിനിങ് ഉണ്ടായിരുന്നു? ആ മാർക്കോയിൽ നമ്മൾ സ്ക്രിപ്റ്റ് വെച്ചിട്ട് പഠിപ്പിച്ചിരിക്കുന്ന. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേത് സിനിമകൾക്കൊക്കെ വേണ്ടിട്ട് ഏറ്റവും അധികം ആ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന രീതി മറ്റേതൊക്കെ സിനിമകൾക്ക്? പാൽത്തു ജാനുവർ, പിന്നെ നമ്മുടെ തുണ്ടെന്ന് പറഞ്ഞ ആഷിഖ് ഉസ്മാന്റെ ഒരു പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ട്. പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് ഷറഫുദ്ദീന്റെ ഒത്തിരി ആനിമൽസ് ഉള്ളായിരുന്നു. പിന്നെ ഹലോ മമ്മി എന്ന് പറഞ്ഞ പടം ചെയ്തത്. പിന്നെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ആനിമൽസ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പല പല എക്സോട്ടിക് ആനിമൽസ്, എക്സോട്ടിക് ബേഡ്സുകൾ, അങ്ങനെ കുറെ മൃഗങ്ങളുണ്ട്. ശരിക്കും ഞാൻ ബേസിക്കലി ഡോഗ് ട്രെയിനർ മാത്രമല്ല, അനിമൽ ട്രെയിനർ കൂടാണ്. മലയാള സിനിമയിൽ ഒറ്റ ലെവലില് ആനയെ വരെ സപ്ലൈ ചെയ്യുന്ന ഒരു ട്രെയിനറെ മലയാളത്തിൽ സിനിമയിൽ ആനയെ വരെ കൊടുക്കാനായിട്ടുള്ള ഇത് എനിക്ക് അതിന് സാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ആനയെ വെച്ച് 2 സിനിമ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷൈൻ ടോം ജാക്കോടെ ഇപ്പൊ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ പടം ഇപ്പൊ ഞാൻ ആനയെ വെച്ച് വർക്ക് ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ ഷൈൻ ടോമിന്റെ തന്നെ മീശ എന്ന് പറഞ്ഞ പടത്തിൽ ആനയെ വെച്ച് ഞാൻ ആനയും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആന ട്രെയിൻ ചെയ്യുന്നില്ല, ആന മലയാള സിനിമയിലേക്കുള്ള സപ്ലൈ. അതായത് നമ്മൾ എന്നാ പറയുന്നത്, ഉറുമ്പ് മുതല് ആന വരെ എന്നുള്ള ലെവലാണ്. ഈ ഡോഗിനെ പോലെ തന്നെ ഏറ്റവും നന്നായിട്ട് കമാൻഡ് എടുത്ത് വർക്ക് ചെയ്യുന്ന മറ്റൊരു അനിമൽ ഏതാ? പിന്നെ ഞാൻ കണ്ടത് വെച്ച് പൂച്ചയാണ്. നന്നായിട്ട് വർക്ക് ചെയ്യും. ഞാൻ വർക്ക് ചെയ്ത പടമാണ് നമ്മുടെ മാർട്ടിൻ പ്രക്കാട്ടിന്റെ ഒരു പ്രൊഡക്ഷനിലുള്ള ഒരു പടം ഞാൻ വർക്ക് ചെയ്തായിരുന്നു. ആ പടത്തിൽ ഇതുപോലെ പൂച്ച നല്ല രീതിയിൽ ഇങ്ങനെ പ്രണയവിലാസം, അതിനകത്ത് ആ പൂച്ചയുടെ ആ നോട്ടങ്ങള്, ലുക്ക്, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തു. നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ് പല പടങ്ങളും നമ്മുടെ പോയി. ലോക എന്നിൽ വന്ന പടമാണ്. എനിക്ക് ആ പടത്തിൽ ഈ മറ്റുള്ള പടങ്ങളിൽ പോകുമ്പോൾ ഞാൻ വേറെ പടം ഞാൻ എടുക്കാറില്ല, കാരണം ഇത് ചെയ്തു തീരത്തില്ല. അതുപോലെ തന്നെ ഇപ്പൊ എക്കോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിലേക്ക് വേണ്ടിയിട്ട് എന്നെ ഷാഫി ചെമ്മാട് ഒരുപാട് തവണ എന്നെ കോണ്ടാക്ട് ചെയ്താണ്. അതേപോലെ ആ പടത്തിൽ വന്ന് ജോയിൻ ചെയ്യും. ഇപ്പൊ എൻ്റെ ഒരു കൺസെപ്റ്റും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ പടത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി എനിക്ക് അതിൽ വരാൻ പറ്റാത്ത സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വേറെ വലിയ പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങാൻ പോവുക, ഒരു 120 ദിവസത്തെ.
അപ്പൊ അതിനു വേണ്ടി അതിന്റെ ഡോഗിന്റെ പർച്ചേസും പരിപാടികളൊക്കെ ആയിട്ട് പഞ്ചാബിൽ പോയത് കൊണ്ട് എനിക്ക് എക്കോ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ശരിക്കും ഞാനാണ് ആ പടത്തിന്റെ ട്രെയിനറായിട്ട് വരേണ്ടത്.